ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കരുതുന്നുണ്ടാവില്ലേ എന്താ പതിവില്ലാതെ എല്ലാവരും അടുക്കളയിൽ എന്ന്? സംഗതിയൊന്നുമില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിലൊന്ന് പ്ലാനിട്ട് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ കരുതി. അങ്ങനെ ഒരു ഉച്ചയായപ്പോഴേക്ക് എല്ലാവരും ഇറങ്ങി കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇതാ വിഷ്ണു ദേ കപ്പയും ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് ഉണ്ടാക്കാമെന്ന് കരുതി. എല്ലാവരും ഇത് അതിനുള്ള തയ്യാറെടുപ്പിലാണ്. കപ്പ കഴുകി അരിഞ്ഞ് സവാള അരിഞ്ഞത് മസാല റെഡിയാക്കുന്നുണ്ട്. എല്ലാം ഞങ്ങൾ തന്നെയായിട്ട് ചെയ്ത് വിഷ്ണുവിൻ്റെ അമ്മയും അമ്മമ്മയും അച്ഛനുണ്ടായിരുന്നു അവിടെ. അമ്മ സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളായിരുന്നു മുന്നിൽ നിന്ന്. പിന്നെ ഇത് അതിനിടയിൽ വിഷ്ണുവിൻ്റെ അമ്മ ഞങ്ങൾ വന്നപ്പോൾ വത്തയ്ക്ക വന്നിട്ടുണ്ടായിരുന്നു. വത്തയ്ക്ക തണ്ണിമത്തൻ ഞങ്ങൾ ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വയനാടൻ സ്റ്റൈൽ പിടിച്ചു കേട്ടോ. അമ്മയുടെ ചില പൊടിക്കൈകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൊടികളെല്ലാം മസാലകളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലാട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ഇവരിതേ നല്ല തകർപ്പൻ സംസാരമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്, അതിലേറെ സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയപ്പോൾ നല്ല സന്തോഷമുണ്ട്. പക്ഷെ സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കഴിയാനായില്ലേ. ഞങ്ങളിത് PG തുടങ്ങിയപ്പോൾ ആരും അങ്ങനെ അത്ര നല്ല ബോണ്ടൊന്നുമല്ലായിരുന്നു, അത്ര നല്ല മിങ്കിളായിരുന്നില്ല. പക്ഷെ അത് കഴിയാനായപ്പോൾ ഞങ്ങളൊരു ഫാമിലി തന്നെ കേട്ടോ. ഇപ്പോഴാണ് നല്ല എന്താ പറയേണ്ടതെന്നറിയില്ല. അത്രയും നല്ല ഞങ്ങൾക്ക് ഇനി 2-3 മാസം കൂടെ ഉള്ളൂ കേട്ടോ. 2-3 മാസം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മാർച്ച്, ഇനി ഞങ്ങൾക്ക് 2 മാസം വെക്കേഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ജൂണിലെന്ന് പറഞ്ഞാൽ എക്സാമും വൈവേ പ്രൊജക്റ്റ് അങ്ങനെ ഇനി അങ്ങോട്ടുള്ളത് തിരക്ക് പിടിച്ച ദിവസങ്ങളാട്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില നിമിഷങ്ങൾ ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനും പറ്റിയ അവസരങ്ങൾ ഞങ്ങൾ ഒട്ടും പാഴാക്കാറില്ല. നല്ല സങ്കടമുണ്ട്, എന്നാലും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാം റെഡിയായി. ഞങ്ങളിനി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണേ. പ്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. കുറച്ച് പേര് ഇതേ കിച്ചണിന് ഒരു ചെറിയ പാത്രത്തിലേക്ക് കപ്പൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ കറിയും എടുത്തു കേട്ടോ. പിന്നെ ഇത് അതിനിടയിൽ 2 പേര് ചേർന്നിട്ട് നല്ല അടിപൊളി ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഏലക്കായൊക്കെ ഇട്ട് നല്ല അടിപൊളി ചായ. അങ്ങനെ ദേ ചായയൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചു. പിന്നെ ഇത് ഓരോരുത്തരായിട്ട് പ്ലേറ്റിൽ കപ്പയും ചിക്കനും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല വയനാടൻ സ്റ്റൈൽ ചിക്കൻ കറിയും പുഴുങ്ങിയ കപ്പയും അതുപോലെ നല്ല ഏലൊക്കെ ഇട്ട ചായയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചിട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയോ ഗൈസ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇത് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചു. ഇതെല്ലാവരും ഇവിടെ ഇരിക്കുന്നു കേട്ടോ. കുറച്ച് പേര് ഉമ്മറത്തും കുറച്ച് പേര് ഹാളിലൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ. പിന്നെ ഒരു ഈവനിങ് 3-4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടുകാരോട് യാത്ര പറഞ്ഞിറങ്ങി കേട്ടോ. നല്ലൊരു മെമ്മറബിൾ ഡേ തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. പക്ഷെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. എങ്കിലും ക്ലാസ്സിലെ കുറച്ച് പിള്ളേർക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് പിക്സൊക്കെ എടുത്തു, സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ ബൈ.